ബീഹാറിന്റെ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ ഒരു സ്ഥലത്ത് പോവേണ്ടി വന്നു. അവിടെ 50 ഏക്കർ ഭൂമി മുഴുവനും കൃഷിയാണ്. അപ്പൊ എന്ത് കൃഷിയാന്ന് അന്വേഷിച്ചു നോക്കുമ്പോ 50 ഏക്കർ മുഴുവനും ഇങ്ങനെ പച്ച പിടിച്ച് കിടക്കുക. അതിന്റെ പരിസരത്ത് ഒന്നൊരു വീടില്ല. 50 ഏക്കർ കഴിഞ്ഞിട്ട് ആകെ 10 സെന്റിൽ 20 വീടാ. പാവങ്ങളായ കർഷകർ. അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു കടുക് കൃഷിയാണ്. നമ്മളെ നാട്ടിൽ സഹോദരിമാരും ഭർത്താക്കന്മാരും തമ്മിൽ തെറ്റാൻ കാരണമാണ് ഒന്നുക്കൽ കടുക്, അല്ലെങ്കിൽ പിന്നെ കരിവേപ്പില. 2 കാരണങ്ങളാ ചിലപ്പോൾ ഉണ്ടാവാറുള്ളത്. ഈ കടുക് നിസ്സാരമായി കാണുന്ന കുറഞ്ഞ വിലക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനം 50 ഏക്കർ വിശാലമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സമൂഹം ലോകത്ത് അതിനു വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ കടുക് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുമ്പോഴും അവര് കടുക് മനോഹരമായി കൃഷി ചെയ്ത് വിളവെടുത്തിട്ട് അത് ലോക രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ നാട്ടിലും നൈൽ നദിയുടെ തീരത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ കാർഷിക മേഖലയാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. ഈജിപ്തിന്റെ ഏറ്റവും കൂടുതൽ റവന്യൂ നൽകുന്നത് അവർക്ക് കാർഷിക മേഖലയാണ്. വിദേശ രാജ്യങ്ങളിൽ ഈജിപ്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ പച്ചക്കറിയും ഫ്രൂട്ട്സുമായിട്ട് ഇറങ്ങുന്നത്. സുഹൃത്തുക്കളെ, മനുഷ്യനാവശ്യമായ വിഭവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിക്കുകയാണ്. എന്തൊക്കെ വിഭവം നിറയെടുത്തു വന്നൊരു രസകരമായ വാർത്തയുണ്ട്. ഇന്ത്യ രാജ്യം ലോകത്ത് അറിയപ്പെടുന്നത് ബീഫ് നിരോധിത രാജ്യം എന്ന പേരിലാണ്. എന്നാൽ ഒരു വിരോധാഭാസം എന്താണെന്നറിയോ? ഈ വർഷം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത ബീഫിന്റെ കണക്ക് 3,77,040 കോടി ബീഫാണ്. പണത്തിന്റെ ബീഫാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചത്. ഇങ്ങനെ സുഹൃത്തുക്കളെ, ലോകത്ത് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള സംവിധാനം ഈ ഭൂമിയിൽ അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട്.